ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇറച്ചിപ്പത്തിലാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഇനി നമുക്ക് ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ എരിവിനായിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 3 എണ്ണം ചേർത്തിട്ടേ ഉള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഈ 3 മസാലപ്പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക. കുറവാണ് എങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ശകലം ഉപ്പ് കുറവാണ്, ഞാൻ വീണ്ടും ചേർക്കുന്നുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടി, ചിക്കൻ മസാലയും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ചിക്കനകത്തേക്ക് ഈ മസാലയ്ക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ഈ ചിക്കനകത്തേക്ക് മസാലയ്ക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടും. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനകത്തേക്ക് മസാലയ്ക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് നമുക്കിത് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. ഒരു ബൗളിനകത്തേക്ക് മൈദ ചേർക്കുന്നുണ്ട്. 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നോർമൽ വെള്ളമാണ്. ഇത് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒത്തിരി അങ്ങ് വെള്ളം ചേർത്താൽ പെട്ടെന്ന് അങ്ങ് ലൂസായിട്ട് പോവും. മൈദയാണ്, അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിത് വീണ്ടും ഒന്നും കൂടെ കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബോൾസാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഞാനിത് ഒരു 5 മിനിറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഒന്നും കൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടെടുക്കാം. നല്ല ഫിനിഷ് ചെയ്തിട്ട് എടുക്കുക. ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട, ഒരു മീഡിയം വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും ബോൾസാക്കിയിട്ടെടുക്കാം. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പരത്തിയെടുക്കാം. കുറേശ്ശെ പൊടി ചേർത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് കട്ടിയിൽ പരത്തണ്ട കേട്ടോ. നമുക്ക് എത്രത്തോളം തിന്നാക്കാൻ പറ്റുന്ന അത്രത്തോളം തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നാൽ ഇതിനകത്തുള്ള മസാലയൊന്നും പുറത്ത് പോവുകയും ചെയ്യരുത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിതുപോലെ 2 സൈഡിലും കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് 2 ഇറച്ചിപ്പത്തലായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമുക്കിതിൻ്റെ സെൻറ്ററിലും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള ചെറിയൊരു കട്ടറുണ്ട്, അത് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ അങ്ങ് മാറ്റിയേക്കാം.
നല്ല ഭംഗിയുള്ള ഇറച്ചിപ്പത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 4 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു മാവ് എടുത്തിട്ട് പരത്തിയെടുക്കുക. നമ്മൾ 2 സൈഡിലല്ലേ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ 4 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 4 സൈഡിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മാവും കൂടെ എടുത്തിട്ട് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. 4 ഭാഗത്തും ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 4 എണ്ണമായിട്ട് കിട്ടും. ഞാനിപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ പൊടി ചേർത്തിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒത്തിരി അങ്ങ് പൊടി ചേർക്കണ്ട, എന്നാൽ പൊടി ഇല്ലാണ്ട് പരത്താനും നമുക്കിത് പറ്റത്തില്ല. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ല എങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് മസാലയൊക്കെ പോവും. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഇറച്ചിപ്പത്തിലായിട്ട് നമുക്ക് കിട്ടും. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോന്നും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അതുപോലെ എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. 2 സൈഡും ഇതുപോലെ ഗോൾഡൻ കളർ ആയാൽ നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എണ്ണയൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെടുക്കുന്ന പാത്രമൊക്കെ വലുതാണെങ്കിൽ 2, 3 ഒക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. ചൂട് പോയതിന് ശേഷം കഴിക്കാനും ടേസ്റ്റാണ്. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഓരോ നാട്ടിലും ഓരോ വിഭവങ്ങൾ ഫേവറേറ്റ് ആയിരിക്കും. ഇത് കണ്ണൂർക്കാരുടെ ഒരു ഇഷ്ടപ്പെട്ട വിഭവം തന്നെയാണ്. വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കും. അതുപോലെ നോമ്പിന് എത്ര വിഭവങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇറച്ചിപ്പത്തിൽ നിർബന്ധമാണ്. ഇങ്ങനെ ഓരോ നാട്ടിലും ഓരോ വിഭവങ്ങൾ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഇത് നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ കിട്ടാനൊക്കെ ഉണ്ട്. എന്നാലും കണ്ണൂരിൻ്റെ ഒരു ഫേവറേറ്റ് തന്നെ ആയിരിക്കാം ഇറച്ചിപ്പത്തിൽ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നമുക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളത്തേക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഇറച്ചിപ്പത്തിൽ ഫേവറേറ്റ് ആണോ അല്ലേ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.